ഇതിപ്പോ പൂർവ്വജന്മകൃതമായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. അതെ. ഇവിടെ വെച്ച് നമുക്ക് പൂർവ്വജന്മ രോഗങ്ങളെക്കുറിച്ചും പൂർവ്വജന്മത്തിലെ ചില പ്രവൃത്തികളുടെ ഫലത്താൽ വരാവുന്ന രോഗങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ വെച്ച് നമ്മൾ ദ്രേക്കാണത്തെക്കുറിച്ചൊന്ന് പിടികൂടുന്നല്ല. കാരണം ഇപ്പൊ ആദിത്യനും ചന്ദ്രനും ഒക്കെ ശ്രേഷ്ഠഭാവത്തിൽ നിൽക്കുന്നു. ശ്രേഷ്ഠഭാവം എന്ന് വെച്ചാൽ ഞാൻ സമഗ്രമായിട്ടാണ് പറഞ്ഞത്. ഭാവം കൊണ്ടും ദൃഷ്ടി കൊണ്ടും യോഗം കൊണ്ടും സ്വക്ഷേത്ര മൂലക്ഷേത്ര ഉച്ചക്ഷേത്ര ബലവും കൂടിയും വെച്ച്, അതാണ് സമഗ്രം എന്ന് പറയുന്നത്. ഇത്രയും കൂടെ വെച്ചിട്ട് പറയുമ്പോൾ നമ്മൾ പിന്നെ സാധാരണ കണ്ണടയ്ക്കും, ഇത്ര ആയല്ലോ. അവിടെ വെച്ച് പിന്നെയും നമ്മൾ ചിന്തിക്കണം. അപ്പോഴും നമ്മൾ ദ്രേക്കാണത്തിലേക്ക് ഒന്ന് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ മെഡിക്കൽ അസ്ട്രോളജിയിൽ ഒരു വിഷയമുള്ളത് വളരെ എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ കണ്ടെത്തിയൊരു വിവരം, ഈ ആത്മീയ മേഖലകളിൽ പൂർവ്വജന്മത്തിൽ ഉയർന്നവരെല്ലാം ഈ ജന്മത്തിൽ ജനിക്കുമ്പോൾ അതിനനുസൃതമായ ഒരു ജീവിതത്തിലേക്കല്ല എത്തിപ്പെട്ടതെങ്കിൽ, ഒട്ടും തന്നെ എത്തിപ്പെട്ടിട്ടില്ല എങ്കിൽ അതൊക്കെ ഉദരവ്യാധിയിലേക്ക് വന്നിട്ട് കൂടെ കാണും. ഉദരവ്യാധിയും കാണും.